ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഒന്ന് രണ്ട് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു സ്കൂളിലേക്കുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ ബസാറിലാണ് വന്നത്. കുറച്ച് സാധനം കൂടെ ബാക്കി വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കൂളിലേക്കുള്ള സാധനങ്ങളായി. അപ്പം അതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അത്യാവശ്യം എല്ലാ നല്ല സാധനങ്ങളും ഉണ്ട്. വില അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ്. അപ്പം അങ്ങനെ കേശൂട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ കേശൂട്ടിനില്ലാന്നാണ് വന്നേക്കുന്നത്. ഷൂസ് മാത്രം വാങ്ങാനായിട്ട് അവനും കൂടെ വേണ്ടതുകൊണ്ട് അത് മാത്രം സ്കിപ്പ് ചെയ്തിട്ട്, അതെല്ലാം മഴക്കാലമാണല്ലോ, അതുകൊണ്ട് അത് പതിയെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബാഗും നല്ല ഭംഗിയുള്ള പല വെറൈറ്റി ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവന് പറ്റുന്ന രീതി മാനേജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേശൂട്ടൻ്റെ ബാഗ്. ഇത് കണ്ടപ്പോൾ കേശൂട്ടൻ പറഞ്ഞത് അവൻ്റെ ടീച്ചർ പോകുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പർച്ചേസും പിന്നെ ഇന്നേഴ്സ്, കേശൂട്ടന് സ്കൂളിലേക്ക് ഇന്നേഴ്സും കാര്യങ്ങളും എല്ലാം വാങ്ങാനും കൂടെ വന്ന് ഞങ്ങളുടെ പർച്ചേസ് അവസാനം എല്ലാം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞായിരുന്നല്ലോ എല്ലാം കൂടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കെല്ലാം കണ്ടാലോ. അപ്പോൾ കേശൂട്ടന് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിലും ആദ്യമായിട്ട് ബാഗാണിത്. ഈ ബാഗ് അവൻ്റെ അമ്മുമ്മ, അതായത് എൻ്റെ അമ്മ വകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ആ ഒരു ജേണി വീഡിയോയിൽ ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്തെന്ന്. അതിൽ അമ്മ ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ അമ്മ ഷൂസും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഷൂസ് ഇപ്പോൾ പിള്ളേർക്ക് കമ്പൽസറി അല്ല, മഴക്കാലം ആയതുകൊണ്ട് അത് മഴയത്ത് നനഞ്ഞ് ഭയങ്കര അലമ്പാകുമല്ലോ, അതുകൊണ്ട് ഇപ്പം ചപ്പൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു ഷൂ അല്ല, ഒരു ചെരുപ്പും കൂടെയാണ് അവന് വാങ്ങിയത്. ബാഗ് ഇതാണ്. എല്ലാ സാധനവും ഒരുപാട് സെലക്ട് ചെയ്തെങ്കിലും ഫൈനലായിട്ട് എൻ്റെ ഒരു ഇതിലാണ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. ഞാനാണ് ഫൈനൽ തീരുമാനം എടുത്ത പോലെ, കാരണം എല്ലാം സെലക്ട് ചെയ്തപ്പം അങ്ങനെ ഇതാണ് അവൻ്റെ ബാഗ്. അവന് ക്യാരി ചെയ്യാൻ പറ്റിയ എല്ലാം അവന് തനിയെ ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റിയ രീതിയിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തത്. അതിൽ ഇതാണ് ബാഗ്. തൽക്കാലത്തേക്ക് ഈ ടൈപ്പ് ഒരു ചെരുപ്പാണ് വാങ്ങിച്ചത്. ഇതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അവന് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെയാണ് വാങ്ങിച്ചത്. ലഞ്ച് ബോക്സ് ഇതാണ്. ഇതിൽ ഞാൻ ഓൾറെഡി പേരെഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും പേരെഴുതണം. അപ്പം ഇച്ചിരി വലിയ ടൈപ്പാണ് വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരിച്ചിരി സ്പേസ് കൂടുതൽ വേണം അവന് കഴിക്കാനായിട്ട്. ചെറിയ പാത്രത്തിലൊന്നും കഴിച്ച് അവന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവന് ഇച്ചിരി വിസ്താരമുള്ള ടൈപ്പ് വേണ്ടതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. പ്ലാസ്റ്റിക് അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമൊന്നുമല്ല. എൻ്റെ വീട്ടിൽ വന്ന് അറിയാൻ പറ്റും, വീട്ടിൽ വന്നവർക്കും അറിയാമായിരിക്കും. കൂടുതൽ ഞാൻ സെറാമിക് ഗ്ലാസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ സ്റ്റീൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്തായാലും ഒരു സ്റ്റീലിൻ്റെ പോലത്തെ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വന്നത് ഈ രണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇങ്ങനെയാണ് സെറ്റ്. പ്ലാസ്റ്റിക് വാങ്ങിച്ച ഒരു പ്രശ്നമെന്ന് വെച്ച്, പ്ലാസ്റ്റിക് അല്ല സ്റ്റീൽ വാങ്ങിച്ച ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് എടുത്ത് പെരുമാറാൻ പാടായിരിക്കും. കാരണം അത് ടൈറ്റായി പോയാൽ അത് തുറക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഒരുപാട് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്കറിയാം. ഹസ്ബൻഡാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവിടുമ്പോൾ ചിലപ്പോൾ അത് മുറുകിയിട്ട് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം കുഞ്ഞൊരു ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ടൈപ്പ് എടുത്തത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ ഇച്ചിരി കൂടിയ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പ്ലാസ്റ്റിക് നോക്കി എടുത്താൽ മതിയാകുമല്ലോ. അപ്പോൾ ഇതും പിന്നെ കുറച്ച് ഐറ്റംസ്, കൊട, ഇതൊക്കെ അവൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മുമ്മയാണ് വാങ്ങിച്ചത് വെച്ച് കഴിഞ്ഞാൽ അവർ എമൗണ്ട് തന്നു, നമ്മൾ അതിനനുസരിച്ച് വാങ്ങിച്ചു. പിന്നെ ഇതാണെന്നും പറഞ്ഞ് കാണിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അപ്പം ഇതാണോ ഞാൻ വാങ്ങിച്ചത്, എന്തുവാ ഞാൻ വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ബാഗ് വാങ്ങിക്കെന്നും പറഞ്ഞായിരിക്കും തരുന്നത്, പക്ഷേ ബാഗാണല്ലോ മെയിൻ. പക്ഷേ ബാഗ് ഒരെണ്ണമല്ലേ വാങ്ങിക്കത്തുള്ളൂ നമ്മൾ. ഇത് ഒരു ചെറിയൊരു ടിഫിൻ ബോക്സ് ആണ്. അവന് നേരത്തെ അംഗൻവാടി പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം ഇത് സ്റ്റീലിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യാം, കണ്ടോ. പിന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് സാധാരണ കൊടുത്തു വിടാറില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം
എടുത്തു വെച്ചാൽ മതി, അല്ലെങ്കിൽ കളയും. പിന്നെ അവൻ ഒരുപാട് കളയുന്ന ടൈപ്പല്ല. അങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ തന്നെ അവൻ്റെ ആണെന്നുള്ള കാര്യമൊക്കെ അവൻ അറിയാം. എല്ലാ കാര്യങ്ങളും അവൻ്റെ ഏതാണ് എന്നൊക്കെ അവന് അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ ഒരു സെറ്റായിട്ടാണ്. അതിൽ പെൻസില്, റബ്ബർ, ഷാർപ്പർ അങ്ങനെ തുടങ്ങി കുറച്ച് സെറ്റായിട്ടുള്ള ഐറ്റംസാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കളർഫുൾ ഇറേസറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ടാണ്. ഇത് 99 റുപ്പീസേ ഉള്ളൂ ഇത്ര ഐറ്റംസിന്. ഇത് ലുലുന്ന് ഓഫറിന് വാങ്ങിച്ച കേട്ടോ. ഇത് പിന്നെ ഈ 2 ബോക്സാണ്. സാധാരണ ഈ ഒരു നോർമൽ ആയിട്ടുള്ള ടൈപ്പ് ബോക്സാണ് വാങ്ങിച്ചത്. ഇതാണ് വാങ്ങിച്ചത്. ഇത് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിട്ട് ഇത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ഇതും കൊണ്ട് കടയിൽ നിന്ന് അവിടെ ഓടിക്കളിച്ച ആളാണ് എൻ്റെ മോൻ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കാതെ നിവർത്തിയില്ലാതെ വാങ്ങിച്ച് ഇപ്പം എന്തായാലും ഉപയോഗിക്കാൻ കൊടുക്കണ്ട, ഇച്ചിരി വലുതായിട്ട് ഉപയോഗിച്ചാൽ കൊടുത്താൽ മതി. അതുകൊണ്ട് കുറേ നാളത്തേക്ക് ബോക്സ് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ വാങ്ങിച്ച ഒരു ബോക്സാണ് അത് രണ്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലഞ്ച് കൊണ്ടുപോകാനായിട്ടൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാത്തിലും പേര് എഴുതി കൊടുക്കണം. പിന്നെ വാങ്ങിയത് ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിലാണ്, 500 ml ആണ്. ഇതൊക്കെ പെയിൻ്റൊക്കെ പോവും. പിന്നെ ഞാൻ പെയിൻറ് ചെയ്യുന്നത് കൊണ്ട് പെയിൻറ് പോയി കഴിയുമ്പോഴത്തേക്കും വേണം ഇതിലെന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ചൊന്ന് നോക്കാനായിട്ട്. പിന്നെ ഒരു തൊപ്പി വാങ്ങിച്ചായിരുന്നു, വെയിലുള്ള സമയത്ത് വെക്കണമല്ലോ. ഇത് അവൻ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ 2 വീലറിൽ പോകുമ്പോഴത്തേക്കും. അപ്പം അതെന്തായാലും വാങ്ങി. ഇത് വാങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ഇത് കേശുവിനെ കാണിച്ചില്ലേ ലൈറ്റ് കത്തുന്നത്, അത് കാണിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തട്ടി നോക്കും. അപ്പം ഇതാണ് പിന്നെ അവന് വാങ്ങിച്ചത്. പിന്നെ ലഞ്ച് ബോക്സ് പൊതിഞ്ഞ് കൊടുത്തു വിടണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. അതിനായിട്ട് ടർക്കിയും വാങ്ങിച്ചു. എനിക്ക് പിന്നെ ഒരു റെയിൻകോട്ടും വാങ്ങിച്ചു. എനിക്ക് ഓൾറെഡി റെയിൻകോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിട്ടാലും ഇട്ടില്ലെങ്കിലും കണക്കെന്നുള്ള രീതിയിൽ മഴ മൊത്തം നനയും. പിന്നെ ഈ ബുക്സും കാര്യങ്ങളെല്ലാം അവന് കിട്ടിയതാണ് സ്കൂളിൽ നിന്ന്. അവൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണിത്. പിന്നെ നോട്ട് ബുക്കും അവിടെ നിന്ന് തന്നെയാണ് തന്നത്. പിന്നെ പൊതിയേണ്ടതും സ്റ്റിക്കറും കാര്യങ്ങളും, ഡയറി ഉണ്ട്. ഡയറി അവൻ പോയി പിറ്റേ ദിവസം അവൻ്റെ കൊടുത്തു വിടുമായിരുന്നു. ഇനി ഇതെല്ലാം ഫില്ല് ചെയ്യണം. ഇതായിരുന്നു കേശൂട്ടൻ്റെ പർച്ചേസ് ചെയ്തതും അല്ലാത്തതായിട്ട്. ഇനി ഒരേ ഒരു ഐറ്റം മാത്രമേ വാങ്ങാനുള്ളൂ. റെയിൻകോട്ട് ഓൾറെഡി അവൻ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ഒരേ ഒരു ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ. അതെന്തായാലും മഴക്കാലം കഴിഞ്ഞിട്ട് മതി, അതുവരെ കുഴപ്പമില്ല. ഇനി യൂണിഫോമും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.